നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി പാഞ്ഞുകയറി അപകടം. ഒരു വിദ്യാർത്ഥി മരിച്ചു. പാലക്കാട് മുണ്ടൂർ 9-ാം മൈലിൽ വെച്ചാണ് അപകടമുണ്ടായത്. ആശുപത്രി മാലിന്യവുമായി പോകുന്ന ലോറി വിദ്യാർത്ഥികൾക്ക് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. മറ്റ് 3 വിദ്യാർത്ഥികളുടെ നില ഗുരുതരം. ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മധ്യവയസ്കന് ദാരുണാന്ത്യം. 2-ാം വിളയുടെ നെല്ല് സപ്ലൈകോയ്ക്ക് നൽകിയതിന്റെ PRS ബാങ്കിൽ ഹാജരാക്കി മാസങ്ങളായിട്ടും പണം നൽകിയില്ലെന്നും അന്വേഷിച്ചു ചെന്നാൽ ബാങ്ക് ഉദ്യോഗസ്ഥർ കർഷകരെ വട്ടം കറക്കുന്ന സമീപനമാണെന്നും ആക്ഷേപം. കുത്തന്നൂർ കൃഷിഭവന് കീഴിലെ അമ്മത്തിരുവടി പാടശേഖര സമിതിയിലെ കർഷകരാണ് ബാങ്ക് അധികൃതരുടെ കൃത്യതയില്ലാത്ത മറുപടിയിൽ നട്ടം തിരിയുന്നത്. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില നൽകാത്ത സപ്ലൈകോ അധികൃതരുടെ നിലപാട് കർഷകരോടുള്ള കൊടും ക്രൂരതയാണെന്നും കർഷകർ. തൃശൂരിൽ കനത്ത മഴയെ തുടർന്ന് ഒളരി മദർ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞ് വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വാഹനങ്ങളിൽ ആളുകളില്ലാത്തതിനാൽ ആളപായമില്ല. ഫയർഫോഴ്സ് എത്തി വാഹനങ്ങൾ പുറത്തെടുത്തു. അപകടക്കെണിയായി ഷൊർണൂർ പഴയ ടോൾ ബൂത്ത് പരിസരം. പ്രദേശത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. തൃശൂർ പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ പഴയ ടോൾ ബൂത്ത് പരിസരം അപകട മേഖലയായി മാറുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. കർക്കിടകം 1 രാമായണ മാസാരംഭത്തിന് തുടക്കം. കോരിച്ചൊരിയുന്ന മഴയത്തും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. ഭക്തരുടെയും ആനകളുടെയും മനം നിറച്ച ആനയൂട്ടിന് അണിനിരന്നത് 50ഓളം ആനകൾ. വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ചടങ്ങുകളും രാമായണ പാരായണവും ഔഷധക്കഞ്ഞി വിതരണവും. വാർത്തകൾ വിശദമായി. പാലക്കാട് വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി പാഞ്ഞുകയറി അപകടം. പാലക്കാട് മുണ്ടൂർ 9-ാം മൈലിൽ വെച്ചാണ് അപകടമുണ്ടായത്. ആശുപത്രി മാലിന്യവുമായി പോവുകയായിരുന്ന ലോറി വിദ്യാർത്ഥികൾക്കു നേരെ ഇടിച്ചു കയറുകയായിരുന്നു. ഒരു വിദ്യാർത്ഥി മരിച്ചു. യുവക്ഷേത്ര കോളേജിലെ മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. മറ്റ് 3 വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമാണ്. മുണ്ടൂർ യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് റസൽ പലാന ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഹമ്മദ് സിബിൽ, മുഹമ്മദ് റാഷിദ്, മുഹമ്മദ് ആഷിഫ് എന്ന യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഒരു നാട്ടുകാരനുമാണ് പരിക്കേറ്റത്. ഇവിടെ പരിക്ക് സാരമുള്ളതല്ല. പാലക്കാട് നിന്ന് ചെർപ്പുളശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ആശുപത്രി മാലിന്യം കയറ്റിയ മിനി ലോറി നിയന്ത്രണം വിടുകയും റോഡ് അരികിലൂടെ നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥികളുടെ മേൽ പാഞ്ഞു കയറുകയുമായിരുന്നു. പള്ളിയിൽ പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു കുട്ടികൾ അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ഇവരെ കോങ്ങാട് ദയ ആശുപത്രി, ഒലവക്കോട് സായി നഴ്സിംഗ് ഹോം, പാലക്കാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലായി പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് ഗുരുതരമായി പരിക്കേറ്റവരെ പാനലയിലേക്ക് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പഴയ ടോൾ ബൂത്ത് പരിസരം അപകടക്കെണിയാകുന്നു. ഇവിടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തൃശൂർ പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ പഴയ ടോൾ ബൂത്ത് പരിസരം അപകട മേഖലയായി മാറുന്നതായാണ് നാട്ടുകാരുടെ പരാതി. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ ഇവിടെ നിരന്തരമായി ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെറുതുരുത്തിയിൽ നിന്നും ഷൊർണൂരിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ സ്പീഡ് ബ്രേക്കർ അനിവാര്യമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. പ്രധാനമായും ഷൊർണൂരിൽ നിന്നും മുണ്ടായ ഗണേഷ്ഗിരി ഭാഗങ്ങളിലേക്ക് തിരിയുന്ന വാഹനങ്ങളാണ് ഇവിടെ വലിയ അപകട സാധ്യത നേരിടുന്നത്. ശാന്തിതീരം ശ്മശാനം, ഗണേഷ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കേരളീയ ആയുർവേദ സമാജം എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് വലതുവശത്തേക്ക് തിരിയുന്നതിനായി കാത്തുനിൽക്കുമ്പോൾ തൃശൂർ ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ തടസ്സം സൃഷ്ടിക്കുകയോ കൂട്ടിയിടിക്കാൻ കാരണമാകുകയോ ചെയ്യുന്നു. ഈ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഷൊർണൂർ നഗരസഭാ കൗൺസിലർ EP നന്ദകുമാർ ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതി നൽകിയിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഈ സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായി സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് കൗൺസിലർ ആവശ്യപ്പെട്ടു. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ കൊച്ചിൻ പാലത്തിന് സമീപം പഴയ ടോൾ ബൂത്ത് ഇരിക്കുന്ന പ്രദേശത്ത് വളരെയധികം അപകട ഭീഷണിയിലാണ് ആ പ്രദേശം. തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അമിതമായ സ്പീഡിൽ വരികയും തിരിച്ച് ഷൊർണൂരിൽ നിന്ന് മുണ്ടായ ഗണേശഗിരി പ്രദേശത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അങ്ങോട്ട് വലതുവശത്തേക്ക് തിരിയുന്ന സമയത്ത് വരുന്ന വാഹനങ്ങൾ നിർത്തി കൊടുക്കാറുണ്ട്. ഈ പ്രദേശത്ത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരു സ്പീഡ് ബ്രേക്കർ അവിടെ വേണമെന്ന് കുറേ കാലമായിട്ടുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും അതിനൊരു ശാശ്വത പരിഹാരമായിട്ടുണ്ട്. അത് അടിയന്തരമായി ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ആ പ്രദേശത്ത്, ആ സ്ഥലത്ത് അപകട ഭീഷണി ഇല്ലാതെ ഇരിക്കാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും
കൗൺസിലർ എന്ന രീതിയിൽ എനിക്കും ആവശ്യപ്പെടാം. ന്യൂസ് സെന്റർ ഷൊർണൂർ. രണ്ടാം വിളയുടെ നെല്ല് സപ്ലൈകോയ്ക്ക് നൽകിയതിന്റെ PRS ബാങ്കിൽ ഹാജരാക്കി മാസങ്ങളായിട്ടും പണം നൽകിയില്ലെന്നും അന്വേഷിച്ചു ചെന്നാൽ ബാങ്ക് ഉദ്യോഗസ്ഥർ കർഷകരെ വട്ടം കറക്കുന്ന മറുപടിയാണ് നൽകുന്നതെന്നും ആക്ഷേപം. കുത്തന്നൂർ കൃഷിഭവന് കീഴിലെ അമ്മ തിരുവടി പാടശേഖര സമിതിയിലെ കർഷകരാണ് ബാങ്ക് അധികൃതരുടെ കൃത്യതയില്ലാത്ത മറുപടിയിൽ വട്ടം കറങ്ങുന്നത്. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില നൽകാത്ത സപ്ലൈകോ അധികൃതരുടെ നിലപാട് കർഷകരോടുള്ള കൊടും ക്രൂരതയാണെന്ന് കർഷകർ പറയുന്നു. ഞാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പാലക്കാട്ടെ ഓഫീസിൽ കമ്പ്യൂട്ടറിൻ്റെ പരിമിതിയും ഇരിക്കാനുള്ള സൗകര്യക്കുറവും ഉള്ളതുകൊണ്ട് ഇവരുടെ കുറേ കർഷകരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ആലപ്പുഴ കോഴിക്കോട് ഭാഗത്തേക്ക് വിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യം ഓർഡറായിട്ട് വരേണ്ട PRS വെരിഫിക്കേഷൻ കഴിഞ്ഞ് ആ പണം കിട്ടാൻ ആ കൊടുത്ത കർഷകന് സമയം വൈകുകയും അവൻ കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയാണ്. ഇന്ന് പല കർഷകരും ആത്മഹത്യയുടെ വക്കിലാണ്. ഓരോ ബാങ്കുകളിലും 6 വന്ന് കിടക്കുന്നുണ്ട്. ഗോൾഡ് ലോൺ പുതുക്കാൻ കഴിയാതിരിക്കുന്നു. KCC ലോണുകളും അവധി തെറ്റിയിരിക്കുന്നു. മുഴുവൻ എമൗണ്ട് അടയ്ക്കണം എന്നാണ് കാലാവധി കഴിഞ്ഞാൽ മുഴുവൻ എമൗണ്ട് അടച്ച് പുതുക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഈ കർഷകൻ എവിടേക്കാണ് പോകുന്നത്? കോരിച്ചൊരിയുന്ന മഴയത്തും തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. ഭക്തരുടെയും ആനകളുടെയും മനം നിറച്ച ആനയൂട്ടിന് 50ഓളം ആനകളാണ് ഇത്തവണ എത്തിയത്. ഓരോ ആനയ്ക്കും 10 ഔഷധ ഉരുളയും 10 പട്ടയും തണ്ണിമത്തൻ, മുന്തിരി, കരിമ്പ്, കക്കരിക്ക തുടങ്ങിയവയും നൽകി. പുലർച്ചെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വടക്കുനാഥനെ വണങ്ങി പടിഞ്ഞാറെ ഗോപുരനട വഴിയാണ് ആനകൾ തിരുമുറ്റത്തെത്തിയത്. മന്ത്രി OJ ജനീഷും MLA ചാണ്ടി ഉമ്മനും രാജൻ പലരും ചടങ്ങിൽ പങ്കെടുത്തു. 42 കൊമ്പന്മാരും 8 പിടിയാനകളുമാണ് ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കർക്കിടകം 1 പിറന്നു. രാമായണ മാസാചരണത്തിന് തുടക്കമായി. വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ചടങ്ങുകൾ, രാമായണ പാരായണം, ഔഷധക്കഞ്ഞി വിതരണം എന്നിവ നടന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ദർശനത്തിനായി നിരവധി പേർ എത്തിയിരുന്നു. കർക്കിടകം 1 പിറന്നു. വീണ്ടും ഒരു രാമായണ മാസാചരണത്തിന് തുടക്കമായി. മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന പുണ്യമാസക്കാലം. പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മാസത്തിന് ആരംഭം. അതിവിശേഷമായ കർക്കിടക മാസം ഭക്തിപൂർവ്വമാണ് ആചരിക്കുക. സംക്രമദീപം തെളിയിച്ച് സൂര്യഭഗവാന്റെ അനുഗ്രഹവും തേടും ഭക്തർ. 2 നേരവും ഭഗവതിക്ക് വിളക്ക് വയ്ക്കുക, രാമായണം വായിക്കുക, ദശപുഷ്പം ചൂടുക, പത്തിലക്കറി കൂട്ടുക വളരെ പ്രധാനം. സ്വന്തം വീട് ദേവഗൃഹമായി സങ്കല്പിച്ച് ശുദ്ധത്തോടെ കർക്കിടക മാസം ആചരിക്കുന്നു. മത്സ്യമാംസം ആഹാരങ്ങൾ ഉപേക്ഷിച്ച് ഈശ്വരീയമായ ചിന്തയിലേക്ക് കുടുംബത്തെ മുഴുവൻ മാറ്റിയെടുത്ത് ഒരു നല്ല സംസ്കൃതിയുടെ ഭാഗമാവാം. വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ, രാമായണ പാരായണം, ചിലയിടങ്ങളിൽ ഔഷധ കഞ്ഞി വിതരണം എന്നിവയും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്നിരുന്നു. കല്ലിപ്പാടം എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ രാമായണ പാരായണമുണ്ടായി. ക്രൂതയായൊരു ദുഷ്ടയാം താടകയിൽ പദ്ധതി മധ്യേ കൊന്നു സത്വരം പിശാശ്രമം ബദ്ധമോദേന പുപ്പുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോട്. വിശേഷാൽ ചടങ്ങുകളും ഔഷധക്കഞ്ഞി വിതരണവുമുണ്ടായിരുന്നു. ഇരട്ടമ്പലം ശിവക്ഷേത്രം, ചുടുവാലത്തൂർ ശിവക്ഷേത്രം, പറക്കുട്ടിക്കാവ് ക്ഷേത്രം തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിലും വിശേഷാൽ ചടങ്ങുകളും മറ്റു അനുബന്ധ പരിപാടികളും നടന്നിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ കുഴിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ കുഴക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന മഹാഗണപതി ഹോമം, ആനയൂട്ട്, മഹാഭഗത് സേവ എന്നിവ ഭക്തിസാന്ദ്രമായി. കർക്കിടകം 1 വെള്ളിയാഴ്ചയായിരുന്നു ചടങ്ങ്. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നിരുന്നു. തുടർന്ന് മഹാഗണപതി ഹോമം ആരംഭിച്ചു. ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ തീയന്നൂർ മനക്കൽ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് തന്ത്രി ഗജവീരന് ആദ്യ ഉരുള നൽകി ആനയൂട്ട് കർമ്മം നിർവഹിച്ചു. ഇതിനുശേഷം ഭക്തരും ആനയൂട്ട് കർമ്മം നിർവഹിച്ചു. മഹാഗണപതി ആനയൂട്ട്, മഹാഭഗവത് സേവ തുടങ്ങി പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ന്യൂസ് സെന്റർ ഷൊർണൂർ.
തൃശൂരിൽ കനത്ത മഴയെ തുടർന്ന് ഒളരി മദർ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞ് വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. വാഹനങ്ങളിൽ ആരുമില്ലാതിരുന്നതിനാൽ ആളഭയം ഉണ്ടായില്ല. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വാഹനങ്ങൾ പുറത്തെടുത്തു. ചെറുതുരുത്തിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മധ്യവയസ്കന് ദാരുണാന്ത്യം. വരവൂർത്താളി പിലാക്കാട് വടക്കേ പെരിങ്കുന്ന് നഗറിൽ താമസിക്കുന്ന സുബ്രഹ്മണ്യന്റെ മകൻ 52 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. മാതാവ് മീനാക്ഷി, ഭാര്യ ചന്ദ്രിക, മക്കൾ ഐശ്വര്യ, അഞ്ജലി, അജയ്, വിഷ്ണു. കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കുടുംബശ്രീ പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെയെന്നും പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. ഷൊർണൂർ നഗരസഭ CDSന്റെ പൊതുസഭയും അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അങ്ങനെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ സമൂഹത്തിന് ഗുണകരമായ രൂപത്തിലുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും ഒക്കെ ആവശ്യമായ ചിന്തകളും ആലോചനകളും ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ കഴിഞ്ഞ കാലത്ത് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടത്തോളം എത്തിയിട്ടുള്ളത്. 28 വയസ്സ് എന്ന് പറഞ്ഞാൽ നല്ല യൗവനത്തിൻ്റെ സമയമാണ്. 28 വയസ്സ് യുവത്വത്തിൻ്റെ പ്രസരിപ്പോട് കൂടി തന്നെ അതിശയിപ്പിക്കുന്ന രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച് മുന്നേറാൻ കഴിഞ്ഞ ഈ പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യപരമായുള്ള കൂടിച്ചേരലിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി തന്നെയാണ്. വെള്ളിയാഴ്ച രാവിലെ ഷൊർണൂർ മൈൽവാനം കമ്മ്യൂണിറ്റി ഓഡിറ്റോറിയത്തിലായിരുന്നു നഗരസഭ CDSന്റെ പൊതുസഭ സംഘടിപ്പിച്ചത്. 3 മാസം കൂടുമ്പോഴാണ് ഇത്തരത്തിൽ പൊതുസഭ സംഘടിപ്പിക്കുക. കാശിനാഥ് ചികിത്സാ സഹായം കൈമാറൽ, ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് കാർഡ് വിതരണം, A സ്റ്റാർ കിട്ടിയ കുടുംബശ്രീകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി M മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CDS ചെയർപേഴ്സൺ P ജിഷ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ VK അനുരാജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C സൗമ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു, കൗൺസിലർ മുഹമ്മദ് ആഷിഖ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. അന്തരിച്ച സാഹിത്യകാരൻ ഡോക്ടർ ഷൊർണൂർ കാർത്തികേയന്റെ മൃതദേഹം ഷൊർണൂർ ശാന്തിതീരത്ത് സംസ്കരിച്ചു. തൃശൂർ അയ്യന്തോൾ ശ്രുതി വീട്ടിൽ നിന്നും വെള്ളിയാഴ്ച മൃതദേഹം ഷൊർണൂരിലെത്തിച്ചു. പരുത്തേപ്ര കോഴിപ്പാറയിലെ കാർത്തിക് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. പി മമ്മിക്കുട്ടി MLA, ചെയർപേഴ്സൺ P നിർമ്മല അടക്കമുള്ള ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ അടക്കം നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് ആചാര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് ഷൊർണൂർ ശാന്തിതീരത്ത് മൃതദേഹം സംസ്കരിച്ചു. ഭാര്യ പരേതയായ ഡോക്ടർ രാജമ്മ, മകൻ പ്രൊഫസർ ആശിഷ് കാർത്തിക്, മരുമകൾ ഡോക്ടർ ദിവ്യ, കേരളവർമ്മ കോളേജ്, വിവേകാനന്ദ കോളേജ് എന്നിവയുടെ മുൻ പ്രിൻസിപ്പാളാണ് കാർത്തികേയൻ. 94 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അംഗവും കൂടിയാണ് ഷൊർണൂർ കാർത്തികേയൻ. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം തുടങ്ങി. സ്കൂൾ മാനേജർ KR മോഹൻദാസ് ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മ്യൂസിക് ഫ്യൂഷൻ, ചിത്രപ്രദർശനം, പുസ്തക പ്രദർശനം എന്നിവ ഉണ്ടായിരുന്നു. 9ഓളം ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ നടന്നത്. സ്കൂൾ മാനേജർ KR മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. സീനിയർ അധ്യാപകൻ NP രാമദാസൻ S ജാനകി അനുസ്മരണം നടത്തി. പ്രധാനാധ്യാപകൻ SP രാമപ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സീനിയർ അധ്യാപകൻ മണികണ്ഠൻ, മദർ PTA പ്രസിഡന്റ് D അജിത, SRG കൺവീനർ D നവീൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ക്ലബ്ബുകൾ നടത്തിയ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. തുടർന്ന് മ്യൂസിക് ഫ്യൂഷൻ അരങ്ങേറി. സയൻസ് ക്ലബിന്റെ സയൻസ് പവലിയനും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പുസ്തക പ്രദർശനവും ആർട്സ് ക്ലബിന്റെ ചിത്ര പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടത്തിയിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂരിൽ CPI ലോക്കൽ കമ്മിറ്റി ജനറൽ ബോഡി യോഗം ചേർന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവ് K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി KV ബാബു
അധ്യക്ഷത വഹിച്ചു. എം ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മണ്ണൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ മണ്ണൂരിലെ CPI അതിജീവിക്കുമെന്ന് മണ്ഡലം സെക്രട്ടറി KV ബാബുവും എം ജയകൃഷ്ണനും പറഞ്ഞു. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മുരളി K തരേക്കാട്, മണ്ഡലം കമ്മിറ്റി അംഗം EP രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ നയനപഥം യൂണിറ്റിന്റെ സഹായത്തോടുകൂടി നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദിയും ഭാഗവും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കണ്ണുപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം എന്ന ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെ സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിഷയം പറഞ്ഞതുപോലെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം പ്രധാനമാണ്. നമുക്ക് ഏതും ഒഴിവാക്കാൻ പറ്റാത്ത അവയവങ്ങളാണ്. എന്നാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വിശ്വം അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ SAN നജീബ്, ജനപ്രതിനിധികളായ ഹുസൈൻ ഷഫീഖ്, സൗമ്യ, ജയന്തി എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് സ്വാഗതവും JPHN സുനിത നന്ദിയും പറഞ്ഞു. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ അനുവിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡയബറ്റിക് റെറ്റിനോപ്പതി പരിശോധന, കണ്ണിന്റെ കാഴ്ച പരിശോധന, ഫണ്ടോസ്കോപ്പി പരിശോധന എന്നിവ ക്യാമ്പിൽ നടന്നു. പരിശോധന നടത്തി തീവ്ര ശസ്ത്രക്രിയയ്ക്ക് അർഹമായവരെ തിരഞ്ഞെടുക്കുകയും മറ്റു വിദഗ്ധ പരിശോധനകൾ ആവശ്യമുള്ളവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. ക്യാമ്പിൽ 150-ൽ പരം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലോകം ഉറ്റുനോക്കുന്ന ലോകകപ്പ് ഫൈനൽ നടക്കാൻ പോകുകയാണ്. അർജന്റീന സ്പെയിനിനെ നേരിടുമ്പോൾ ആര് കപ്പ് നേടും? സ്പെയിനും അർജന്റീനയും മികച്ച ഫോമിലാണ് കളിക്കുന്നത്. നല്ല മികച്ച ടീമുകളാണ്. ഈ ടൂർണമെന്റിൽ ഫൈനലിലേക്ക് എത്താൻ പ്രകടനം കൊണ്ട് അർഹിച്ച ടീമുകൾ തന്നെയാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ നിലവിലെ ചാമ്പ്യന്മാരാണ് അർജന്റീന. അതുപോലെ തന്നെ അവരുടെ സൂപ്പർ താരം ലയണൽ മെസ്സി മികച്ച ഫോമിലാണ് കളിക്കുന്നത്. അതിനൊരു നേരിയ മുൻതൂക്കം അർജന്റീനയ്ക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് മികച്ച 2 ടീമുകൾ തന്നെയാണ് എത്തിയിരിക്കുന്നത്, അർജന്റീന അതേപോലെ സ്പെയിനും. പക്ഷേ കളികളിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി അർജന്റീന ഇതിന് മുന്നുള്ള ചില കളികളിലൊക്കെ ചില ചെറിയ ടീമുകളോടൊക്കെ പതറുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. എന്നാൽ സ്പെയിന് കളി മുന്നോട്ട് പോകുന്തോറും അവർ കൂടുതൽ മികച്ച രീതിയിലാണ് കളിച്ചു വരുന്നത്. അപ്പോൾ ഫൈനലിൽ എന്തായാലും സ്പെയിന് ഒരു ഗോളിനെ പെനാൽറ്റിയിലേക്ക് പോകാതെ ഒരു ഗോളിനെങ്കിലും വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി പാഞ്ഞുകയറി അപകടം. ഒരു വിദ്യാർത്ഥി മരിച്ചു. പാലക്കാട് മുണ്ടൂർ 9-ാം മൈലിൽ വെച്ചാണ് അപകടമുണ്ടായത്. ആശുപത്രി മാലിന്യവുമായി പോകുന്ന ലോറി വിദ്യാർത്ഥികൾക്ക് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. മറ്റ് 3 വിദ്യാർത്ഥികളുടെ നില ഗുരുതരം. ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മധ്യവയസ്കന് ദാരുണാന്ത്യം. 2ാം വിളയുടെ നെല്ല് സപ്ലൈകോയ്ക്ക് നൽകിയതിന്റെ PRS ബാങ്കിൽ ഹാജരാക്കി മാസങ്ങളായിട്ടും പണം നൽകിയില്ലെന്നും അന്വേഷിച്ചു ചെന്നാൽ ബാങ്ക് ഉദ്യോഗസ്ഥർ കർഷകരെ വട്ടം കറക്കുന്ന സമീപനമാണെന്നും ആക്ഷേപം. കുത്തന്നൂർ കൃഷിഭവന് കീഴിലെ അമ്മത്തിരുവടി പാടശേഖര സമിതിയിലെ കർഷകരാണ് ബാങ്ക് അധികൃതരുടെ കൃത്യതയില്ലാത്ത മറുപടിയിൽ നട്ടം തിരിയുന്നത്. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില നൽകാത്ത സപ്ലൈകോ അധികൃതരുടെ നിലപാട് കർഷകരോടുള്ള കൊടും ക്രൂരതയാണെന്നും കർഷകർ. തൃശൂരിൽ കനത്ത മഴയെ തുടർന്ന് ഒളരി മദർ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞ് വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വാഹനങ്ങളിൽ ആളുകളില്ലാത്തതിനാൽ ആളപായമില്ല. ഫയർഫോഴ്സ് എത്തി വാഹനങ്ങൾ പുറത്തെടുത്തു. അപകടക്കെണിയായി ഷൊർണൂർ പഴയ ടോൾ ബൂത്ത് പരിസരം. പ്രദേശത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. തൃശൂർ പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ പഴയ ടോൾ ബൂത്ത് പരിസരം അപകട മേഖലയായി മാറുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. കർക്കിടകം 1 രാമായണ മാസാരംഭത്തിന് തുടക്കം. കോരിച്ചൊരിയുന്ന മഴയത്തും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. ഭക്തരുടെയും ആനകളുടെയും മനം നിറച്ച ആനയൂട്ടിന് അണിനിരന്നത് 50ഓളം ആനകൾ. വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ചടങ്ങുകളും രാമായണ പാരായണവും ഔഷധക്കഞ്ഞി വിതരണവും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.